മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി നടി അൻസിബ ഹസൻ. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെയാണ് പരാതി. തനിക്ക് ലഭിക്കേണ്ട മാനുഷിക പരിഗണന പോലീസിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിപിൻ, എന്തൊക്കെ കാര്യങ്ങൾ അൻസിബയുടെ പരാതിയിൽ പറയുന്നുണ്ട്? പ്രധാനമായും അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കുമെതിരെയാണ് പരാതി എന്ന് മനസ്സിലാക്കുന്നു. SIക്കെതിരായ പരാതി എങ്ങനെയാണ്? ഈ സ്റ്റേഷനിലെത്തിയപ്പോൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നത് ഉൾപ്പെടെ എന്തൊക്കെ പറയുന്നുണ്ട്? അമ്മയിലെ പരാതികൾ, അമ്മയിലെ ചേരിപ്പോര് അത് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു. പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടി അൻസിബ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ലക്ഷ്മി പ്രിയയ്ക്കും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലെ SI ആയിരുന്ന രേഷ്മയ്ക്കുമെതിരെയാണ് ഈ പരാതി ഇപ്പോൾ പറയുന്നത്. ടിനി ടോമിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ അൻസിബ നടത്തിയത്. അതിലിപ്പോൾ തന്നെ അതിന്റെ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നതിനിടയിലാണ് പോലീസിൽ പരാതി കൂടി പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള കാര്യം, ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അൻസിബ അയക്കുന്നു. ഈ മെസ്സേജ് പിന്നീട് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് കാണുകയും അത് അവരുടെ കുടുംബ ബന്ധത്തെ താറുമാറാക്കുന്ന രീതിയിൽ, വഷളാക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതുമാണ് പരാതി. ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലക്ഷ്മിപ്രിയ നൽകിയതിനെ തുടർന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു അൻസിബയെ. അൻസിബയുടെ മെസ്സേജാണ് അത്തരത്തിൽ തന്റെ ജീവിതത്തെ, തന്റെ ദാമ്പത്യത്തെ ബാധിച്ചത് എന്നുള്ളതായിരുന്നു ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിന് അൻസിബയെ വിളിച്ചു വരുത്തുകയും 3 മണിക്കൂറോളം ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ളതുമാണ്. അവിടുത്തെ CCTV ഉൾപ്പെടെയുള്ളവ പരിശോധിക്കണം എന്നുള്ളതും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ 3 മണിക്കൂറോളം അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നുള്ളത് കാണിച്ചുകൊണ്ട് കമ്പൽ ചെയ്ത് അൻസിബയെ കൊണ്ട് നിർബന്ധിച്ച് അതിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്നുള്ളതുമാണ് പറയുന്നത്. ഒരു എക്സിക്യൂട്ടീവ് അംഗം തനിക്കെതിരെ ഇത്തരത്തിൽ പരാതി പറയുകയും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നുള്ളതും അൻസിബ പറഞ്ഞിരുന്നു. പിന്നീട് ലക്ഷ്മി പ്രിയയാണ് വാർത്താ സമ്മേളനം വിളിച്ച് ആ പറഞ്ഞിട്ടുള്ള അംഗം താനാണെന്നും തന്റെ ജീവിതത്തെ അത് ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അന്ന് പരാതിയായി പോയതെന്നും വെളിപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം അതിനപ്പുറത്തേക്ക് അത് മുഖ്യമന്ത്രിക്കും DGPക്കും ഒരു പരാതിയായി അമ്മയിലെ ഇപ്പോഴത്തെ പ്രശ്നം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ പകർപ്പ് 24 ലഭിച്ചിരിക്കുന്നു. അതിൽ എടുത്തു പറയുന്നത് ഇത്തരത്തിൽ താൻ വളരെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ആ തൃപ്പൂണിത്തുറയിലെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന സമയത്ത് അനുഭവിച്ചു. അത് അവിടുത്തെ CCTV ഉൾപ്പെടെയുള്ളവ നോക്കിയാൽ മനസ്സിലാവും. ആദ്യഘട്ടത്തിൽ എന്താണ് പരാതി എന്നുള്ളത് പോലും പറയാൻ പോലീസ് തയ്യാറായില്ല. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ താൻ മനസ്സിലാക്കുന്നത്. ഇതിൽ പരാതിയിൽ പറയുന്നത് ലക്ഷ്മി പ്രിയയ്ക്കും ഒപ്പം തന്നെ സ്റ്റേഷനിലെ SIക്കും എതിരെ മാത്രമാണോ? ഒപ്പം അൻസിബ ഉന്നയിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ അർത്ഥത്തിൽ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ടോ? ഈ പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ടിനി ടോമിനെതിരെയോ മറ്റ് അംഗങ്ങൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ ഉന്നയിക്കുന്നുണ്ടോ? ഇല്ല, പരാതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല. തൃപ്പൂണിത്തുറയിലെ ഈ SIക്കും ഒപ്പം തന്നെ ലക്ഷ്മി പ്രിയയ്ക്കും അന്ന് പോലീസിൽ പരാതി നൽകിയതും അന്ന് പോലീസിൽ താൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ്. അതിലൊരു നടപടി വേണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളത്. മറ്റ് ടിനി ടോമുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അത് അമ്മയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അമ്മയിൽ തന്നെ ഉള്ള ഒരു പ്രശ്നങ്ങളാണ്. അതുമായി പോലീസിലേക്ക് ഇപ്പോൾ പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു അൻസിബ പറഞ്ഞിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് താൻ പോകാനുണ്ടായ ഒരു സാഹചര്യം വിശദീകരിക്കുക, ഒപ്പം തന്നെ അതിലൊരു നടപടി വേണം എന്നുള്ളതും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത്. അമ്മയിലെ പ്രശ്നങ്ങളിൽ അൻസിബയെ കേൾക്കാൻ അമ്മ ഇപ്പോൾ 2-3 തീയതികളിൽ അൻസിബയോട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ താൻ വില്ലിംഗ് അല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യോഗത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു വിശദീകരണം കൊടുക്കാൻ താൻ തയ്യാറല്ല. പറയുന്ന രമേശ് പിഷാരടിയും ഒപ്പം തന്നെ ആ ഒരു ടീമിനുണ്ടെങ്കിൽ മാത്രമായിരിക്കും. ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ അൻസിബ ശുപാർശ ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്മിറ്റി വയ്ക്കുകയാണെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ആ കമ്മിറ്റിക്ക് മുൻപിൽ താൻ തന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അതല്ലാതെ അമ്മ നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയിൽ വരികയും ഈ കാര്യങ്ങൾ പറയാനും താൻ വില്ലിംഗ് അല്ല എന്ന് ഇന്നാണ് ആ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.